എപ്പോഴും തോന്നുന്നുണ്ടോ കുമാർ എന്നെ തന്നെ ടാർഗറ്റ് ചെയ്യുകയാണോ എന്നൊക്കെ തോന്നുന്നുണ്ടോ? അല്ലല്ല, അങ്ങനെ ഈ നമ്മള് പടം വരുന്നു എന്നെ അങ്ങനെ വ്യക്തിഹത്യൊന്നും ചെയ്യാറില്ല. എന്നെ കൂടുതലായിട്ട് തന്നെ ബോംബ് സ്റ്റാർ പടക്കം അതൊക്കെയല്ലേ പറയും. പടം പൊട്ടുന്ന സമയത്ത് ആൾക്കാർ സ്വാഭാവികമായിട്ടും അങ്ങനെ പറയും. എന്നുവെച്ചാൽ നാളെ ഒരു പടം ഓടിക്കഴിഞ്ഞാൽ നല്ലതും പറയും. അപ്പൊ പിന്നെ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യേണ്ടതല്ലേ. നാളെ നല്ല ഭാഗം വരില്ലല്ലോ, എവിടെയെങ്കിലൊക്കെ വരുമല്ലോ. പിന്നെ അപ്പൊ ധ്യാൻ നടനെ മറ്റുള്ള നടന്മാരിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാക്കുന്നത് ധ്യാനിന്റെ സംസാരിക്കുന്ന ശൈലിയാവും. ഉള്ള പോലെ പറയും, ബാക്കി വരുന്നത് വെച്ച് കാണണ്ടേ എന്നുള്ള മൈൻഡാവും. ഒരു പടം ഇറങ്ങുമ്പോൾ പ്രേക്ഷകരോട് കൃത്യമായിട്ട് പറയും ഈ പടം നിങ്ങൾ കാണണ്ടയോ എന്ന് കൃത്യമായിട്ട് പറയാറുള്ള ഒരു നടനാണ്. ഐഡിയ എന്ന ചിത്രം പ്രേക്ഷകർ എങ്ങനെയാണ്? ഞാൻ കൃത്യമായിട്ട് കാണണ്ടേന്ന് നല്ലതെന്ന് ഞാൻ പറയാറില്ല. എന്നാലും ഒരു ക്ലൂ കൊടുക്കാറുണ്ട്. ചിലതിനൊക്കെ ക്ലൂ കിട്ടും. ആൾക്കാർ കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർക്ക്, കുറച്ച് മനസ്സിലാവുന്ന ആൾക്കാർക്ക്, എല്ലാം അറിയാവുന്ന അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാർക്കും ചില ഇതിൽ തന്നെ നമ്മുടെ കുറെ സുഹൃത്തുക്കളുണ്ട് അറിയാം. അപ്പൊ അവർക്കൊക്കെ മനസ്സിലാവും. പിന്നെ അങ്ങനെ കുറച്ചുപേരൊക്കെ എൻ്റെ അടുത്ത് ഇത് നിങ്ങളെ കൂട്ടത്തിൽ തന്നെ പേഴ്സണൽ ബന്ധമുള്ള കുറച്ച് പേര് അവരൊക്കെ എന്നോട് ചോദിക്കും. അവരോട് ഞാൻ പേഴ്സണലി പറയും. അതിൽ ഞാൻ നിന്നോടും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാറിയിടുമ്പോൾ പറയും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജമാണിക്യ സിനിമ ഒരു പാതിരാത്രി ചെന്നിട്ട് ചേട്ടാ ഈ ഒരു സിനിമയുടെ കഥ പറയാൻ വേണ്ടി ചെല്ലുക. അപ്പൊ ചേട്ടൻ നല്ല ഉറക്കത്തിലാണ്. അപ്പൊ രാവിലെ സുരേഷനാണ് പറഞ്ഞത് രാവിലെ ഒന്ന് പോയി കാണാം. ഞാൻ ചെല്ലുമ്പം സ്ക്രിപ്റ്റ് ഓൾറെഡി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം സുരേഷിന് എൻ്റെ കൺട്രോളർ സുരേഷനാണ് അയച്ചു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ കഥ ഓക്കെ ആണോ എന്ന് അറിയണമല്ലോ. രാവിലെ 9 മണി ആയപ്പോൾ കൂടി ചെന്ന്. അപ്പൊ സുരേഷ് നമ്മുടെ ധ്യാൻ ചേട്ടൻ നമ്മുടെ ഷട്ടിൽ പാറ്റ് കളിച്ചോണ്ടിരിക്കുക തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് വീട്ടില്. അപ്പൊ ഞാൻ ചെന്നപ്പോഴാണ് പുള്ളി വായിച്ചിട്ടൊന്നുമില്ല. 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞ് ഞാനും സുരേഷ് ചേട്ടനും പിന്നെ എൻ്റെ ഒരു ജെറിയുണ്ട് ചേട്ടൻ ഷട്ടിൽ കളിച്ചോണ്ടിരിക്കുന്നു. ഇല്ല ഞാൻ സുരേഷിനും കൂടി വന്നത് ആദ്യം കിട്ടിയ ഒരു സമയമായിരിക്കും. ആ സമയത്താണ് ധ്യാനം പോയിട്ട് കഥ വായിച്ചിട്ട് കണ്ടന്റ് കൊള്ളാം, നമുക്ക് കുറച്ച് പണിയെടുത്താൽ പടം വർക്കാവും എന്നൊരു സംഭവം പറയുന്നു. ഇവിടുത്തെ ഇൻസ്റ്റാ ഫോട്ടോ എടുത്തിട്ട് വരെ വേണമെങ്കിൽ അതിനെ ഫേസ് വാപ്പ് ചെയ്തിട്ട് വേറെ രീതിയിലൊക്കെ മാറ്റാം. അപ്പം ഇതില് ദിവ്യ അങ്ങനൊരു സാധനം എൻകൗണ്ടർ ചെയ്യുകയും പിന്നെ അങ്ങനെ ഒരു കോമണേഴ്സ് ആയിട്ടുള്ള നമ്മൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു, ഓവർകം ചെയ്യുന്നതാണ് ബേസിക്കലി സിനിമയുടെ ഒരു ആകത്തുകയും ഒരു ക്ലക്സും. സോ ആ ഒരു വിഷയമാണ് ഡിസ്കസ് ചെയ്യുന്നത്. മറ്റ് ജില്ലകളെ സംബന്ധിച്ച് കൊച്ചി കുറച്ചുകൂടി സെക്സാറ്റിക് ആക്റ്റീവായിട്ടൊരു ജില്ലയാണ് വരുന്നുണ്ടോ? മറ്റു ജില്ലകളെക്കാളും കൂടുതൽ അത് പ്രശാന്ത് കിട്ടുന്നതിന് മറുപടി. ഞാൻ ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടിയിട്ടായി സിനിമയിൽ അഭിനയിച്ചത്. അതിൽ പറഞ്ഞു കേട്ടാൽ നിന്ന് ഇത് നിങ്ങളുടെ കഥയാണ്, നമ്മളുടെ കഥയാണ്. അങ്ങനെയൊന്നുമില്ല. ഈ സൈബർ വേൾഡ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ പരന്ന് കിടക്കുന്നത് പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇതിന്റെ തോത് ഒരുപോലെ ആയിരിക്കണം. അതിന് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരും ഇവിടുത്തെ നിയമ പാലകരുമാണ്. പക്ഷെ ഇത് അറിയാത്തൊരു മേഖല ഇപ്പം അരുൺ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ വെറുതെ കണ്ട് വിട്ടുപോകുന്ന പല കാര്യങ്ങൾക്ക് പിന്നിലും വലിയൊരു ബിസിനസ് ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. ഇതുപോലത്തെ ഒരു സിനിമ അതിന് പ്രയോജനപ്പെടട്ടെ.